beautiful souls, welcome back to my channel. Hope you guys are doing awesome today. സോ ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. നമ്മൾ ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈവൻ നിങ്ങൾ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ദിവസം സ്പെഷ്യലി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് വരെ വളരെ കാമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ്, നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക. ബട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി ഇന്ന് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, ആവശ്യമില്ലാത്ത ഇമോഷൻസ്, ജലസ്, ഓക്കെ, ഇതൊക്കെ മാറ്റി വെക്കുക. ഈഗോ, ഓക്കെ. സോ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇമോഷൻ വേണം ഇന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ. ബിക്കോസ് ഇന്നത്തെ എനർജി വളരെ ഹൈ ആണ്, വളരെ പവർഫുൾ ആണ്. ഇറ്റ്സ് ഫുൾ മൂൺ എനർജി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പെട്ടെന്ന് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ എനർജി ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ചില കാര്യത്തിൻ്റെ ഒരു എനർജി നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കാം. ബട്ട് ഇറ്റ്സ് ഓക്കെ. റിലീസ്, ടെൽ യുവർ സെൽഫ് ഐ എം ഓൺ മൈ ഓൺ പവർ, മൈ ഓൺ എനർജി എന്ന് പറയാം. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വീക്ക് ആയിട്ടിരിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ ത്രോട്ട് ചക്ര എപ്പം വീക്ക് ആവുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവുന്നത്. ഓക്കെ, യൂസ് യുവർ പവർ. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റേൺ ആയിട്ട് സംസാരിക്കാം, കാമായിട്ട് സംസാരിക്കാം, സ്വീറ്റ് ആയിട്ട് സംസാരിക്കാം, സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. സോ ചില സമയത്ത് സംസാരിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു എനർജി, പവർ എന്ന് പറയുന്നത്. സോ അതും വൈസായിട്ട് കണക്ട് ചെയ്യുക. സോ എന്താണ് ഈ ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ? ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്, ആഗ്രഹ സാഫല്യമാണ് ഉണ്ടാവുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങളാവാം, അതിൽ കൂടുതലാവാം, ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ചില ആളുകൾക്ക് വലിയൊരു കാര്യമായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും. അത് ചുറ്റുപറ്റിയിട്ട് വേറെയും ആഗ്രഹങ്ങൾ അവിടെ കണക്ട് ചെയ്ത് സംഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒന്നിന്റെ പിറകെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് പോലെ ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ലൈഫിൽ ഫുൾഫിൽഡ് ആവുന്നതുമായിട്ടുള്ളൊരു അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ what I can say is നിങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നതായിരിക്കാം, എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നതായിരിക്കാം, ട്രോഫി ആയിരിക്കാം, ഒരു ഫൈനാൻഷ്യലി നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈസ് മണി പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രൈസ് മണി, ഈവൻ ചില ആളുകൾക്ക് ലോട്ടറി. ഓക്കെ, ഐ ഡോണ്ട് നോ, ദിസ് ഫസ്റ്റ് ടൈം ഐ എം ടെല്ലിങ് ലോട്ടറി ഒക്കെ അടിക്കുന്നത്. സോ ചില ആളുകൾക്ക് അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. സോ പ്രൈസ് മണി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എത്രമാത്രം ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രൈസ് മണി ഉണ്ടാവുന്നുണ്ട്. വർക്ക് പ്ലേസ് നിന്നായിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു, അതിന് അവിടുന്ന് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ പേര് ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ ലൈക്ക് ഈ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം ആവുന്നുണ്ട്. ഓക്കെ, സോ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ്, കഴിവ്, ടാലൻസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് പ്രോബബ്ലി നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, സോ ചിലത് നമ്മൾ പാരമ്പര്യമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ചില ജോബ് ഉണ്ടാവും അല്ലെ, ചില കാര്യങ്ങൾ, ചില പേർപ്പസ് അങ്ങനെയാണ് വരിക. സോ ചില കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുന്നതായിരിക്കാം അങ്ങനെ. ഓക്കെ, സോ നിങ്ങളുടെ തന്നെ ഒരു ഹിഡൻ ടാലന്റ് എന്താണെന്നുള്ളത്, പക്ഷെ അത് പ്രോബബ്ലി ഒരുപാട് ആളുകളുടെ ഒരു പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ബിക്കോസ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കും കൂടെ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പേര് എവിടെയെങ്കിലും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേജിലായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും വിൻ ചെയ്തിട്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എസ്പെഷ്യലി നിങ്ങളുടെ പേർപ്പസിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചില പഴയ കാര്യങ്ങളെ പഠിക്കാൻ പോവാണ്. ഓക്കെ, പഴയ കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള കഴിവുകളോ രഹസ്യങ്ങളോ. ചില ആളുകൾക്ക് അത് രഹസ്യങ്ങളാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കരിയറിന്റെ ഒരു നേച്ചറും അങ്ങനെ ആയിരിക്കാം. ചില ആളുകൾ പോലീസിലേക്കൊക്കെ വരുന്നത് പോലെ ഓർ എന്തെങ്കിലുമൊക്കെ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, ഡിറ്റക്ട് ചെയ്യുക. അത് ഏത് പ്രൊഫഷനിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ പ്രൊഫഷനിൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാം. ഓർ അക്കൗണ്ട് CA പോലത്തെ ജോബ് ആയിരിക്കാം. ഓക്കെ, സോ
ഇത് നിങ്ങൾക്ക് എന്തോ ഒരു പാരമ്പര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യമോ കഴിവോ വസ്തുക്കളോ ലഭിക്കുന്നതും ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, ഒരു ജ്ഞാനം ആ ഒരു കാര്യത്തെ പറ്റി. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടത്തിപ്പിക്കാൻ പോവാണ് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോവാണ്. ബട്ട് പ്രോബബ്ലി നിങ്ങൾ ചില ചില കാര്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കൂടെ ഒരു ഇത്ര കാലമായിട്ട് നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കണക്ട് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഇമോഷനിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കാം ആയിട്ടുള്ള സ്ഥായി ആയിട്ട് എന്നല്ല, വളരെ കാം ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങളൊന്നും ലൈക്ക് ഡെസ്പറേറ്റ് ആയിട്ടൊന്നിനും പിറകെ പോകുന്നില്ല, വളരെ കാമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നാൽ പോലും നിങ്ങൾ ആ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. നിങ്ങൾക്ക് ആ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്, വളരെ കാം ആയിട്ടുള്ള എനർജി ഉണ്ടാവുന്നുണ്ട്. ഹാവ് യു നോട്ടീസ് ദിസ്? 9 ഓക്കെ, സോ എന്തോ ഒരു കാര്യത്തിന്റെ ഒരു പൂർണ്ണതയുടെ ഒരു അറ്റത്ത് വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ് എന്ന് വേണം നിങ്ങൾ കണക്ട് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണത ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല കാര്യത്തിനും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ചില ആളുകൾ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ അത് ഈവൻ ലൈക്ക് അത് ഒരു ബിഗിനിങ്ങിലെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നതായിരിക്കാം. സോ അത് പ്രോബബ്ലി നിങ്ങളുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങളിലേക്കുള്ള ഒരു വാതിൽ തുറക്കലായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഘട്ടം വരാണ്. ഓക്കെ, സോ അവിടെ ഇറ്റ്സ് ലൈക്ക് നിങ്ങളിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അത് പല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ജോബ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, സോ അവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം സ്റ്റേൺ ആയിട്ട് പറയാണ്, നിങ്ങളുടെ ആവശ്യം ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താന്നുള്ളത് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ അതായത് നിങ്ങളായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് എഗെയിൻ ചില കാര്യങ്ങൾ വരുന്ന സമയത്തും അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവുന്നില്ല. നിങ്ങളുടെ ആ ഒരു നീഡ്സ് ആണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം. ഇപ്പൊ ഓരോ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്തും, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ചെയ്യാണ്, ചില ആളുകൾ അത് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് പോയി എടുക്കും, അല്ലെ? അവർക്ക് അത് ഫ്യൂച്ചറിന് നല്ലതാണോ, അവരുടെ പാഷനായിട്ട് കണക്ട് ആവുന്നുണ്ടോ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ, പല പല കാര്യങ്ങൾ അവിടെ ചിന്തിക്കാതെ തന്നെ എടുത്ത് ചാടി പോകുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വ്യക്തത അവിടെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കണം നിങ്ങൾ അവിടെ ഇതന്നെയാണോ എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ചില പ്ലേസിൽ. സോ അതാണ് നിങ്ങളുടെ ഒരു ഡിമാൻഡ് കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഈവൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങൾ കാണിക്കുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാണ്. ഓക്കെ, സോ അത് കണക്ട് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നു ഇല്ല ലൈഫിൽ. ദാറ്റ് ഈസ് എ റിയൽ ട്രാൻസ്ഫർമേഷൻ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഡിവൈൻ ടൈമിങ്, ഡിവൈൻ ട്രാൻസ്ഫർമേഷൻ, ഡിവൈൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് സേ ഇത് ആർക്കൊക്കെ ഉള്ള മെസ്സേജ് ആണെന്നുള്ളത് അറിയില്ല, നിങ്ങൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ഡിഗ്നിറ്റിയും അതാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ചെയ്യുന്നതും അതാണ്. ഈവൻ നിങ്ങളുടെ ആഗ്രഹം മുന്നിൽ വന്നാൽ പോലും വളരെ കാമായിട്ടാണ് നിങ്ങളത് വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളത് ഡെസ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് അതിന്റെ മേലെ കൊടുക്കുന്നില്ല. മേ ബി നിങ്ങൾ ഓൾറെഡി അങ്ങനെയായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ഇത്ര കാലം എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഒരു ചേസോ അങ്ങനത്തെ ഒരു അറ്റൻഷനോ നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഡിവൈൻ നിങ്ങളിലേക്ക് നോക്കുന്നത്, നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് നിങ്ങളിലേക്ക് നോക്കുന്നത്, നിങ്ങളിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ ഒരു മാറ്റം, നിങ്ങളിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ ഒരു കാമായിട്ടുള്ള ഒരു നേച്ചർ, നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പേഷ്യൻസ്, നിങ്ങൾ കാണിക്കുന്ന ഒരു ക്വാളിറ്റി, അതാണ് ലൈക്ക് അത് അഡ്മയർ ചെയ്യുന്ന പവർ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആണ്, നിങ്ങളുടെ പവർ ആണ്, നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് ആണ്, യൂണിവേഴ്സ് ആണ്.
ഒരു പവർ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പവർ. നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാം ആയിട്ടുള്ള, നിങ്ങൾ വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് അറിയാം, ചില ആളുകൾക്ക് എപ്പോ എന്ത് കൊടുക്കണം എന്നുള്ളത്, അല്ലേ? സോ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവർ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് അവർ ചെയ്ത് തീർക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളോ, അവർക്കുള്ള ഒരു പവറോ, അവർക്കുള്ള ചില ഇന്നർ ടാലൻസോ, അവരുടെ ചില പ്രൊഫഷനോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ ചൂസ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു മാറ്റം അഡ്മയർ ചെയ്യുന്ന ആളുകളുണ്ട്, ആളുകളും ഉണ്ട്. ഓക്കെ, ആളുകളായിരിക്കാം എന്നുള്ളതല്ല, നിങ്ങളുടെ മാറ്റം അഡ്മയർ ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അഡ്മയർ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ എങ്ങനെ ലൈഫിന്ന് കാര്യങ്ങൾ പഠിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു, വീണ്ടും ലൈഫ് കണക്ട് ചെയ്യുന്നു, വീണ്ടും ജീവിക്കുന്നു, അതിലും അതിശയകരമായി നോക്കുന്ന ചില കണ്ണുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സീ എ ന്യൂ ബിഗിനിങ്. ഇറ്റ്സ് അഗെയിൻ ഡബിൾ കൺഫർമേഷൻ, ട്രാൻസ്ഫർമേഷൻ. നിങ്ങൾ പുതിയൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചില വലിയൊരു മേജർ പേർപ്പസിലേക്കൊക്കെയാണ് ചില ആളുകൾ നടന്നു വരുന്നത്. അത് നിങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു മാസത്തിൽ അതിൻ്റെ ഒരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന, അതായത് നിങ്ങൾ എവിടെ എത്തണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ചില അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ഡിവൈൻ ടൈമിങ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഡിവൈൻ അവിടെ നിങ്ങൾ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ വേണ്ടി ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളും അതൊന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടാവില്ല, ഓർ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാനുള്ളൊരു മൈൻഡ് അവിടെ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ചിലത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആൻഡ് അഗെയിൻ ആ ഒരു ലൈറ്റ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, ചില ആളുകൾ ചില കാര്യങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കുന്നുണ്ട്. അത് മേ ബി ഒരു ഡിവൈൻ ഇന്റൻഷൻ ആയിരിക്കാം. ഓക്കെ, സോ ചിലപ്പോൾ അവർ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ഇന്ന പേർപ്പസ് ഈ ഒരു യൂണിവേഴ്സിൽ ചെയ്യാം, ഈ ഒരു ഭൂമിക്ക് വേണ്ടി ചെയ്യാം, ഒരുപാട് ആളുകൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും. റൈറ്റ്, സോ നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ്. മേ ബി നിങ്ങൾ ഒരുപാട് സർവീസിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആളായിരിക്കാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ കാർഡ്. എന്താണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്? ബാലൻസ്. സോ ഇത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലി നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ സ്നേഹം, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ അഗെയിൻ നിങ്ങളുടെ ത്രോട്ട് ചക്ര നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റീസ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ സംസാരിക്കേണ്ട അവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വെറുതെ മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലേ? സ്നേഹമുണ്ട്, അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു കഴിവുണ്ട്, അത് എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ടൈമാണിത്. ഓക്കെ, നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, ആ ഒരു ജോലിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ടൈമാണിത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അവിടെ റിലേഷൻഷിപ്പിലും സംസാരത്തിലും ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങൾക്കൊരു ഈ ഒരു കാര്യം ഉണ്ട് ലൈഫിൽ, അതെടുത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ എടുത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യുക, അവിടെ കമ്മ്യൂണിക്കേഷൻ വരിക, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ വരിക എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ഒരുപാട് റീഫ്രഷ് ചെയ്യുന്നതും നിങ്ങൾ ഒരുപാട് അവേക്കൻ ആക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ചില ആളുകൾ നിങ്ങൾ
ഒരുപാട് കാലത്തിന് ശേഷമോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ അനുഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം നിങ്ങളുടെ ചില പേടികളിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, വളരെ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോകുന്ന ചില ഇമോഷൻസ്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങളുടെ ആങ്സൈറ്റി കാരണം, ഫിയർ കാരണം, ഡിപ്രഷൻ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ലൈക്ക് ഒരു സ്ലീപ്പിംഗ് സ്റ്റേജ് പോലെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് സ്റ്റേജ് പോലെയാണ്. ബിക്കോസ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് നിന്ന് നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾ അവരുടെ ഒരു ടഫസ്റ്റ് ടൈം എന്നായിരിക്കാം അവരുടെ ഒരു ഗ്രേറ്റ് പേർപ്പസ് കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ മേ ബി നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് നിങ്ങൾ ഓവർകം ചെയ്യുന്ന സമയത്തായിരിക്കാം അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേർപ്പസ്, നിങ്ങളുടെ ഒരു പാഷൻ എന്താന്നുള്ളത് കണക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. നമ്മൾ നമ്മുടെ ലൈഫിൽ ചില ലെസണിലൂടെ പോകുന്നത് അത് മറ്റുള്ള ആളുകൾക്കും ഹെൽപ്ഫുൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ അനുഭവിച്ചു കണക്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഗുരു സിനിമ കണ്ടിട്ടില്ലേ, റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ടാലൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ, ഉറക്കം ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സമയമായിട്ട് ഒരുപാട് ദിവസമായിട്ട് ഒരു പ്രോപ്പർ ഉറക്കമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നത് കൊണ്ടല്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പുറത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനാണ്, ഈവൻ അതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നല്ല മധുര സ്വപ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ സ്നേഹം ഉപയോഗിക്കുന്നുണ്ട്. സോ സ്നേഹം, ഇഷ്ടം ഒക്കെ തുറന്നു പറയുന്ന സമയത്ത്, ഇഷ്ടം ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വപ്നങ്ങൾ ഉണ്ടാവണം, അല്ലേ? അവിടെ സുഖമായിട്ടും സമാധാനമായിട്ടും ഉറങ്ങാൻ സാധിക്കണം. അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.